നമസ്കാരം, എൻ്റെ പേര് നിതിൻ AF എന്നാണ്. ഞാൻ SUT ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം കുട്ടികളിൽ കണ്ടുവരുന്ന ഓൺലൈൻ ഗെയിമിംഗ് ഡിസോർഡർ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഗെയിമിംഗ് ഡിസോർഡർ എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ ഒരു പ്രോബ്ലം വളരെ വ്യാപകമായി വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അഡോളസൻസ് 12 വയസ്സിനും 20 വയസ്സിനും ഇടയിലുള്ള കുട്ടികളിലാണ് ഇത് കാണുന്നത്. ആൺകുട്ടികളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നതായിട്ടാണ് പഠനങ്ങളിലും സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള ഇൻഫർമേഷൻസിലൊക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ലോകം വ്യാപകമായിട്ട് നമ്മൾ പഠനം നടത്തി കഴിഞ്ഞാൽ കൂടുതലും ഏഷ്യൻ രാജ്യങ്ങളിലാണ് ഈ ഇൻ്റർനെറ്റ് ഗെയിമിംഗ് ഡിസോർഡർ കൂടുതലായിട്ട് കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. യൂറോപ്പ്, നോർത്ത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ വളരെ കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് എൻവയോൺമെൻ്റലായിട്ടുള്ള അല്ലെങ്കിൽ കൾച്ചറലായിട്ടുള്ള പല കാരണങ്ങൾ അതിൻ്റെ പിന്നിൽ ഉണ്ടാവുമെന്നാണ് വിദഗ്ധരെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഇൻ്റർനെറ്റ് ഗെയിമിംഗ് ഡിസോർഡറിലേക്ക് കുട്ടികൾ പോകുന്നത് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ഈ ഓൺലൈൻ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ആക്സസ് എല്ലാ കുട്ടികൾക്കും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ടീനേജേഴ്സിനൊക്കെ തന്നെ ആക്സസബിൾ ആയിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് വന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ ഇൻ്റർനെറ്റിൽ നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് എങ്കിലും വളരെ നല്ല ഒരു ശതമാനം നമ്മളുടെ ടൈമും അതുപോലെ തന്നെ റിസോഴ്സസും അതുപോലെ തന്നെ നമ്മുടെ സ്കില്ലും ടാലൻറ്റും ഒക്കെ തന്നെ മിസ്യൂസ് ചെയ്യപ്പെടുന്ന തരത്തിലാണ് ലഭ്യമാവുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നതിന് മുന്നേ എന്തൊക്കെയാണ് ഇൻ്റർനെറ്റ് ഗെയിമിംഗ് ഡിസോർഡറിൻ്റെ ലക്ഷണങ്ങളെന്ന് ചോദിച്ചാൽ, ഒന്ന് പ്രീ ഒക്യുപ്പേഷൻ, ഈ ഗെയിമിംഗ് ഇല്ലാതെ, ഇൻ്റർനെറ്റ് ഗെയിമിംഗ് ഇല്ലാതെ ഇരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. ഗെയിമിംഗ് ഇല്ലാതെ മാറി നിൽക്കാനായിട്ട് കഴിയാത്ത അവസ്ഥ ഉണ്ടാവുക. ഇപ്പോൾ വിഡ്രോവൽ സിംറ്റംസ്, മാറി നിന്ന് കഴിഞ്ഞാൽ തന്നെ ഇറിറ്റബിൾ ആവുക, ആങ്കർ ഉണ്ടാവുക, ആങ്സൈറ്റി ഉണ്ടാവുക, അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് വേറൊരു രോഗലക്ഷണമായിട്ട് കാണുന്നത്. അതോടൊപ്പം തന്നെ ഒരു മുൻപ് ചെയ്തുകൊണ്ടിരുന്ന പല ഹോബീസും അതിനകത്തൊരു എൻ്റർടൈൻമെൻറ്റോ അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഉത്സാഹമോ ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നതായിട്ടും കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ പാരൻസിനെയും മറ്റ് ടീച്ചേഴ്സിനെയൊക്കെ തന്നെ കബളിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്തൊരു അഡിക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വസ്തുത. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ടീനേജേഴ്സിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ബോയ്സിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സ്പോർട്സ് ആയിട്ടുള്ള അത്ലറ്റിക് ആയിട്ടുള്ള ആക്ടിവിറ്റികളിൽ എൻഗേജ്ഡ് ആവാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറവായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പല സ്കൂളുകളിലും ഈ ഫിസിക്കൽ ട്രെയിനിങ്, പണ്ട് ഈ ഫിസിക്കൽ ട്രെയിനിങ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അതിനൊക്കെ വളരെയേറെ പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുതയാണ്. പകരം ഇപ്പോൾ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുകയും ക്ലാസ്സിനകത്ത് അടച്ച് ഇരുത്തിയിരിക്കുന്നതിനകത്താണ് ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നത് എന്നുള്ള തെറ്റിദ്ധാരണയുടെ പുറത്ത് കുട്ടികളെ പലരും ഗ്രൗണ്ടിലേക്ക് വിടാറ് പോലും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല സ്കൂളുകളും പ്രോപ്പറായിട്ട് ഇൻ്റർവെല്ല് ഗ്രൗണ്ടിൽ ഇറങ്ങി കുട്ടികളെ കളിക്കാൻ അനുവദിക്കാറില്ല, അല്ലെങ്കിൽ ഫിസിക്കൽ ട്രെയിനിങ് പ്രോപ്പറായിട്ട് സ്പോർട്സ് അല്ലെങ്കിൽ അത്ലറ്റിക് ആയിട്ടുള്ള ആക്ടിവിറ്റികളിലേക്ക്, ഫിസിക്കലി ഓഫ്ലൈൻ ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റികളിലേക്ക് അനുവദിക്കാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും മാറേണ്ടതുണ്ട് എന്നുള്ളത് വളരെ വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കുട്ടികളെയൊക്കെ തന്നെ നമ്മൾ ഫിസിക്കലി ആക്റ്റീവായിട്ടുള്ള, ഡയറക്റ്റായിട്ടുള്ള ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസ് വരുന്ന ആക്ടിവിറ്റികളിലേക്ക് എൻഗേജ്ഡ് ആക്കേണ്ടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് നമ്മളെപ്പോഴും ഓർത്തിരിക്കുക. പ്രത്യേകിച്ച് ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഫിസിക്കലി കുറച്ച് ആക്റ്റീവും അഗ്രസീവ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അവരുടേതായിട്ടുള്ള ആ ഒരു ഫിസിക്കലായിട്ടുള്ള ആക്റ്റീവ്നെസ് അതിൻ്റേതായിട്ടുള്ള സ്പേസുകളിൽ അത് യൂസ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അല്ലാതെ അതിനെ പാസീവാക്കി അടിച്ചമർത്തുക അല്ല വേണ്ടുന്നത് നമ്മളന്ന് എപ്പോഴും ഓർത്തിരിക്കുക. കാരണം ഈ ഒരു ഇൻ്റർനെറ്റ് ഗെയിമിംഗ് ഡിസോർഡർ കൂടുതലും കാണുന്നത് യങ്ങറായിട്ടുള്ള അഡോളസൻസ് ബോയ്സിലാണ് എന്നുള്ള വസ്തുത നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ അവരുടേതായിട്ടുള്ള ഇൻബോൺ ആയിട്ടുള്ള ടാലൻറ്റുകളും അർജുകളും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള എബിലിറ്റീസൊക്കെ തന്നെ പ്രോപ്പറായിട്ടുള്ള സ്പേസുകളിലേക്ക്
ചാനലൈസ് ചെയ്യപ്പെടുകയാണ് വേണ്ടത്, ഹാർനസ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ അത് സപ്രസ് ചെയ്യുന്നത് കൊണ്ട് ഒരു തരത്തിലും ഗുണം ചെയ്യില്ല. ഗുണത്തെക്കാളേറെ ദോഷം ചെയ്ത് അത് വേറെ ഏതെങ്കിലും ഇതുപോലുള്ള മേഖലകളിലേക്ക് മിസ്യൂസ് ചെയ്യപ്പെടുകയുള്ളൂ എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ അഡോളസെൻസ് ആയിട്ടുള്ള മെയിൽസിന്, പ്രത്യേകിച്ച് മെയിൽസിനെയൊക്കെ തന്നെ, അഡോളസെൻസ് ആയിട്ടുള്ള കുട്ടികളെയൊക്കെ തന്നെ ഈ ഇൻ്റർനെറ്റ് ഗെയിമിംഗ് ഡിസോർഡറിൽ നിന്ന് മാറ്റി ഒരു നല്ലൊരു ജനറേഷനെ നമ്മുടെ സൊസൈറ്റിക്ക് യൂസ്ഫുള്ളാക്കി മാറ്റുവാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്.